ആളുകൾ സാഹസികമായ പോരാട്ടത്തിലൂടെ തൻ്റെ കൂട്ടുകാരന്മാർക്ക് വേണ്ടി ഫുഡ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. എത്ര ഷവർമ്മയാണ്? ഷവർമ്മ കൈമാറിയിട്ടുണ്ട്, വീണ്ടും കൈമാറുകയാണ്. സാഹസികമായ പോരാട്ടത്തിനുള്ള ഷവർമ്മ എങ്ങനെ പൊക്കിയത്? ഗൈസ്, നിക്കാഹെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ ആൾക്കാർ എന്താ പറയുക, പിന്നെ ഫുഡെല്ലാം കഴിച്ച് കുറേ ആൾക്കാർ ഫോട്ടോ എടുക്കാൻ പോയിട്ടുണ്ട്. സൂപ്പറാണ്. വേണ്ട അവിടെയൊക്കെ കസാലയൊക്കെ കാലിയായിക്കൊണ്ടിരിക്കുകയാണ് ആൾക്കാർ. പരിപാടി ഇത്രയേ ഉള്ളൂ, വലിയ പരിപാടിയൊന്നുമില്ല. നിക്കാവും പിന്നെ അത് കഴിഞ്ഞ് ഇനിയിപ്പോൾ അവിടെ കുറച്ച് ഫോട്ടോഷൂട്ടും പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് ഇനിയിപ്പോൾ നാളെയാണ് മെയിൻ പരിപാടി, കല്യാണം. നമ്മൾ ബസ്സിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ലൈൻ ബസ്സിലാണ് പോകുന്നത്. ലൈൻ ബസ് കറണ്ട് പോയി, അതാ പറഞ്ഞ ലൈൻ ബസ്സിലാണ് പോകുന്നത്. ടൂറിസ്റ്റ് ബസ്സിൽ പോകേണ്ടതായിരുന്നു, ആള് ഫുള്ളായതുകൊണ്ട് പെട്ടെന്ന് വിളിച്ചതാണ് ലൈൻ ബസ്. പാട്ടൊക്കെ നമ്മൾ കയറ്റിയതായിരുന്നു. ഡാൻസ് എല്ലാം വരുന്നതാണ്. ഓക്കെ അല്ലോടി. ഇന്നലത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞ് ഇപ്പം നമ്മൾ ബസ്സിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ചെക്കൻ്റെ വീട്ടിലേക്ക്. എന്താ പറയാനുള്ളത്? ബസ്സില് ആള് കൂടിയതുകൊണ്ട് പെട്ടെന്ന് ലൈൻ ബസ് ആക്കിയതാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്കാൾ ഫുൾ പരാതി പാട്ടില്ലായിട്ട്. ഇത് ചെറിയ പാട്ടെല്ലാം വെച്ചിന്, പക്ഷേ വേറെ വൈബിലൊന്നും ഒക്കുന്നില്ല, ഡാൻസ് കളിക്കാൻ പറ്റുന്നില്ല എന്ന് പരാതി. അപ്പോൾ എല്ലാവരും അത്ര ഹാപ്പിയല്ല. മുയപ്പിലെങ്ങാണ് വീട് വരുന്നത്. നമ്മളിപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, എല്ലാവരും ഉണ്ട് വേഗസ്. ഉള്ള പാട്ടിന് ഉള്ള വൈബിനനുസരിച്ച് ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ ബസ് ഇറങ്ങി ഇപ്പോൾ ട്രാവലർ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആളുകളൊക്കെ അവിടെയുണ്ട് ഓരോരുത്തരായി. ഓക്കെ, ബസ് ഇറങ്ങിയിട്ട് ഇവിടുന്ന് കുറച്ച് പോവാണ്ട്. എന്താണ് എന്ത് ബസ് യാത്ര രസമില്ല എന്നാണ് പറയുന്നത്. ട്രാവൽ യാത്ര എങ്ങനെയുണ്ട്? ബാക്കി പറ. അപ്പോൾ പറഞ്ഞതുപോലെ നമ്മൾ സ്ഥലം എത്തിയിട്ടുണ്ട്. നമ്മളിപ്പോൾ അവിടെ എത്തി ഗൈസ്. അങ്ങനെ ഫൈനലി നമ്മളിവിടെ എത്തിയിരിക്കുകയാണ്. ബാക്കിയുള്ള ആൾക്കാരൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ചെക്കൻ്റെ വീട്ടിലെത്തിന് വെള്ളം കുടിച്ചിട്ട് ബാക്കിയുള്ള കലാപരിപാടികൾ കാണാം. കരിക്ക് ജ്യൂസും ഷവർമ്മയും നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നു. എന്ത് ജ്യൂസാണ്? കരിക്കും ജ്യൂസും ഷവർമ്മയും. രസമുണ്ടോ? നല്ല ടേസ്റ്റ്. എന്താണ് ഭക്ഷണം കഴിച്ചില്ലേ? ബിരിയാണി എന്നുണ്ടല്ലേ? ഓരോ ആളുകൾ സാഹസികമായ പോരാട്ടത്തിലൂടെ തൻ്റെ കൂട്ടുകാരന്മാർക്ക് വേണ്ടി ഫുഡ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. എത്ര ഷവർമ്മയാണ്? ഷവർമ്മ കൈമാറിയിട്ടുണ്ട്, വീണ്ടും കൈമാറുകയാണ്. സാഹസികമായ പോരാട്ടത്തിനുള്ള ഷവർമ്മ എങ്ങനെ പൊക്കിയത്? ടയർഡായ ഫോട്ടോ എല്ലാം എടുത്തിട്ട് കാലടഞ്ഞാ റൂം കാണാണെന്നില്ല. അവിടുന്ന് എല്ലാവരും ഇങ്ങോട്ട് ഇറങ്ങിയ ഓൾറെഡി ടൈം നല്ല ഡിലേ ആയി. ഇപ്പം നമ്മളിപ്പോൾ ഇവിടെ വന്ന് കണ്ട് ഭക്ഷണം കഴിച്ച് നേരെ ഇവിടെ ഷെഫൂറാക്കി ചെറിയൊരു പണി കൊടുക്കുന്നുണ്ട്. ഷെഫൂർ ഇവിടുന്ന് ഡാൻസ് കളിച്ചിട്ട് ഇറങ്ങിയാൽ മതി. ഓക്കെ,
അങ്ങനെ സുഹൃത്തുക്കളെ നമ്മൾ പരിപാടിയെല്ലാം കഴിഞ്ഞ് ഇവിടെ സോറി സമയം ആയതാ. സമയം എത്ര ആയെന്ന് വെച്ച് കഴിഞ്ഞാൽ 12 മണിയായി. എന്നിട്ട് വരാൻ തുടങ്ങിയിട്ടില്ല. നമ്മൾ സത്യം പറഞ്ഞാൽ വൈകിട്ട് ഇവിടെ എത്തി. 12:10 ഏതാ ഫോണ് ഇവിടെ പോയി വന്നു. ഇപ്പോൾ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഫുഡ് എന്താ പറയുക, എല്ലാ പരിപാടിയും കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ പരിപാടിയൊക്കെ വളരെ ശുഭമംഗളമായി തന്നെ അവസാനിച്ചിരിക്കുകയാണ്. ഇപ്പം നടക്കുന്ന ചടങ്ങ് എന്ന് പറയുന്നത് സ്റ്റേജിൽ വന്ന് ഫോട്ടോഷൂട്ടാണ്. സഫൂറ ആൻഡ് ഫാമിലി എല്ലാവരും എടുക്കുന്നുണ്ട്. ഓക്കെ, അതാണ് സഫൂറ. പിന്നെ ഇത് പിന്നെ പുതിയാപ്പിള, ഇത് സഫൂറാൻ്റെ ഉപ്പ, ഇത് സഫൂറാൻ്റെ അനിയൻ, ഇത് സഫൂറാൻ്റെ അനിയത്തി, മറ്റേത് സഫൂറാൻ്റെ അനിയത്തി. ഓക്കെ, ഇങ്ങനെ ഉള്ളൊരു കുടുംബമാണ് സഫൂറാൻ്റെത്. നമ്മളെ വീഡിയോകളിൽ ഇടക്കിടക്ക് വന്ന് തല കാണിച്ചു പോകുന്ന ഒരു വ്യക്തിത്വമാണ് ഇദ്ദേഹം. വണ്ടികളൊക്കെ അവിടെ ഉണ്ട്. വീടൊക്കെ എങ്ങനെ ഉണ്ട്? വീട് സൂപ്പറായിട്ട് മിന്നിത്തിളങ്ങി നിൽക്കുന്നുണ്ട്. ഗൈസ് അങ്ങനെ ഒഫീഷ്യലി ഇന്നത്തെ വീഡിയോ അവസാനിച്ചിരിക്കുകയാണ്. ഓക്കെ, നിങ്ങൾക്ക് വീഡിയോ എങ്ങനെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീടൊക്കെ എങ്ങനെയുണ്ട്? ഇത് വീടിൻ്റെ ഡൈനിങ് ഹാളാണ്. ഓക്കെ, കിച്ചൺ
ഓക്കെ, അപ്പോൾ വീഡിയോ എങ്ങനെ ഉണ്ട് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പറയുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് ഒരു അടിപൊളി വ്യത്യസ്തമായ വീഡിയോ ആയിട്ട് മിസ്റ്റർ മാസ്റ്റർ ബ്ലോഗ് നിങ്ങളുടെ മുമ്പിൽ വരുന്നതാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. ബൈ. എന്താണ് ഗൈസ്, ഇവനിക്ക് എൻ്റെ യൂട്യൂബ് ചാനൽ എൻ്റെ യൂട്യൂബ് ചാനൽ ഏതാണ്ട് തിരിയേണ്ടിയിട്ട് കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾ മിസ്റ്റർ മാസ്റ്റർ ബ്ലോഗ് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളാണ്, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ചാനൽ കണ്ടാ? നീ ഇത്രയും കാലം എൻ്റെ ചാനൽ കണ്ടിട്ടില്ലേനോ സുഹൃത്തുക്കളെ? അപ്പോൾ നിങ്ങളുടെ കൂട്ടത്തിലും ഇതേപോലത്തെ കാണാത്ത ആളുകൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ പ്ലീസ് ഞാൻ പറഞ്ഞിട്ട് ആവർത്തിക്കുകയാണ്. പിന്നെ അതുപോലെ നിങ്ങൾ ഫീഡ്ബാക്ക് പറ, എങ്ങനെയുണ്ട് വീഡിയോസ് കാര്യങ്ങളെന്നെല്ലാം നമുക്കുണ്ടാകുന്ന രീതിയിൽ. നമ്മൾ പിന്നെ ക്രൗഡിൻ്റെ ഇടയിൽ നിന്ന് വീഡിയോ എടുക്കുന്ന സമയത്ത് നമുക്കൊരു ശമ്പളം ഉണ്ടാവും. നമ്മൾ പിന്നെ എന്തായാലും വേണ്ടില്ല വീഡിയോ എടുക്കാമെന്നുള്ള രീതിയിലാണ് അത് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്കെന്തായാലും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.